ഹലോ, ഇത് നമ്മുടെ വീട്ടിൽ പാഴായിട്ട് കിടക്കുന്ന രണ്ട് പ്ലാസ്റ്റിക് കുപ്പികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുള്ള ഒരുപാട് കുപ്പികളുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ കുപ്പികളൊക്കെ ഇതുപോലെ എടുത്ത് മേശപ്പുറത്തോ അതല്ല ഷോക്കേസിലൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കുപ്പികളെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നമുക്ക് വീടും റൂമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ കുപ്പിയുടെ ഈ ഒരു കവറൊന്ന് പൊളിച്ച് കളയുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുപ്പിയുടെ കവറൊന്ന് പൊളിച്ച് കളയാം. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഈ ഒരു പോർഷൻ മാത്രം മതി, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വേണ്ട. ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പണികൾ ചെയ്യാം. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ കുപ്പി എടുക്കാം. രണ്ടാമത്തെ കുപ്പിയുടെയും കവറൊന്ന് പൊളിച്ചളയാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുപ്പി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ ഒരു അടപ്പ് വരുന്ന ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളാണിത് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും മുറിയാതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മോഡലിലാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം മുറിച്ചെടുത്ത കുപ്പിയുടെ ആ പോർഷൻ്റെ അടപ്പ് വരുന്ന ആ ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫെവിബോണിൻ്റെ പശ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണം റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഫെവിബോണ്ടിൻ്റെ തന്നെ പശ തേച്ച് കൊടുത്തിട്ട് ഇതും കൂടി നമുക്കൊന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേപ്പർ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പെയിൻറ്റിങ് ടൈമാണ്. അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ ഫാബ്രിക് പെയിൻറ്റും അതുപോലെ തന്നെ റെഡും കൂടി ചേർത്തിട്ട് ഒരു മിക്സഡായിട്ടൊരു പിങ്ക് ഉണ്ടാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം നിങ്ങൾക്ക് ആ കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വൈറ്റും റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുപ്പിയെ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കുപ്പി ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇനി നമുക്കിതിനെ ഒന്ന് ഉണക്കാൻ വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ബ്ലാക്ക് കളർ പെയിൻറ്റ് നമ്മുടെ ബ്രഷിലൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ അവിടെ ആയിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട് വരുമ്പം ഒരു ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസ് ഇവിടെ റെഡിയായ സ്ഥിതിക്ക് ഇനി ഇതിനകത്തിടാൻ കുറച്ച് പൂക്കളും കൂടി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ A4 സൈസിലുള്ള ഗ്രീൻ കളർ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒരു ഇർക്കിലെടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുവാണേ. ഇതുപോലെ നീളത്തിൽ ചുറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തുമ്പത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുട്ടത്തോടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ മുട്ടയുടെ മുകൾ ഭാഗത്ത് പൊട്ടിച്ച് നമ്മൾ എടുത്തതിന് ശേഷമുള്ള മുട്ടത്തോടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മുട്ടത്തോടുകളാണ്. അപ്പം നമ്മൾ ഈ മുട്ടത്തോട് വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു മുട്ടത്തോട് എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ ആ കളർ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം മുട്ടത്തോട് നമ്മൾ കളർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു കളർ എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ലൈൻസ് ഇതിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സെയിം കളർ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് കുറച്ച് ഷെയ്ഡും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്തോടിലുള്ള ഒരു പൂവ് ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല യെല്ലോ കോമ്പിനേഷൻ വരുമ്പോൾ അത് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ മുട്ട ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു റൗണ്ട് ഷേപ്പിലൊരു ഗ്രീൻ കളർ പേപ്പർ വെട്ടിയെടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കുറച്ചുകൂടി പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഫ്ലവറിന് ഇനിയൊരു സ്റ്റെം വേണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് നിവർത്തിയെടുത്തതിന് ശേഷം അതിലും കൂടി കുറച്ച് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പൂവ് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്തോട് കൊണ്ടുണ്ടാക്കിയ പൂവ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ ഫ്ലവർ വൈസിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുപ്പി കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ വൈസും അതുപോലെ തന്നെ മുട്ടത്തോട് കൊണ്ടുണ്ടാക്കിയ ഫ്ലവറുകളും. നമ്മൾ വെറുതെ മുറ്റത്ത് കളഞ്ഞിരുന്ന 2 കുപ്പികളും അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് മുട്ടത്തോടുകളും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്